കുഞ്ഞിന്റെ പിറവി തന്നെ വേദനിപ്പിച്ചവർക്കുള്ള മറുപടിയെന്ന് ഇന്ത്യയിലെ ആദ്യ ട്രാൻസ് മാതാവായ സിയ പവൽ. ജീവിതത്തിൽ ആത്മസംതൃപ്തി നേടിയ ദിവസമാണിന്ന്. ഇത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിയില്ല. കുഞ്ഞിന് ജന്മം നൽകിയ അച്ഛൻ സഹദും സുഖമായിരിക്കുന്നുവെന്നും സിയ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ആത്മസംതൃപ്തി നേടിയ ഒരു ദിവസമാണ് ഇന്ന്. അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ എങ്ങനെ പറയണം എന്നുള്ളത് എനിക്ക് വാക്കുകൾ എനിക്കറിയില്ല. അതിന് എത്രത്തോളം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുള്ളത്. കാരണം അത്രയും സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക്. കാരണം ഒത്തിരി ഞാൻ കേട്ടതും നമ്മളെ കമൻറ്റുകളിലൂടെയും നമ്മൾ കേട്ടിട്ടുള്ള ഒത്തിരി നമ്മളെ വേദനിപ്പിക്കുന്ന മെസ്സേജുകളായാലും കമൻറ്റുകളായാലും അതിനൊക്കെ ഉള്ളൊരു മറുപടി ആയിരുന്നു ഇന്ന് എൻ്റെ വാവ വന്നത്. എന്തായാലും ആ വന്ന വാവ എന്തായാലും ഹെൽത്തി ആയിട്ടും ഒത്തിരി സന്തോഷത്തോടു കൂടി ഞങ്ങൾ ബേബി വന്നിട്ടുണ്ട്. ബേബി മാത്രമല്ല, എൻ്റെ പാർട്ട്ണർ ബേബിയുടെ അച്ഛനും ഓക്കെയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷത്തിലാണ് ഇന്ന് ഞാൻ. മുജാഹിദ് സമ്മേളനത്തിൽ BJP നേതാക്കൾക്ക് വേദി നൽകിയതിനെ വിമർശിച്ച് വിസ്ഡം നേതാക്കൾ. BJPയെ പർവ്വതീകരിച്ച് പ്രീണിപ്പിക്കുന്ന നിലപാട് ആരും സ്വീകരിക്കരുതെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. RSSുമായി തങ്ങൾ ഒരു ചർച്ചയ്ക്കുമില്ലെന്നും അവർ കോഴിക്കോട് വ്യക്തമാക്കി. കോഴിക്കോട് നടന്ന മുജാഹിദ് സമ്മേളനത്തിൽ PS ശ്രീധരൻപിള്ള അടക്കമുള്ള BJP നേതാക്കൾ പങ്കെടുത്തിരുന്നു. ഇതേക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നേതാക്കൾ പരോക്ഷ വിമർശനം ഉന്നയിച്ചത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു മതനിരപേക്ഷ രാഷ്ട്രമെന്ന സ്വഭാവത്തിൽ നിന്ന് ഇതിനെ ബോധപൂർവം മാറ്റിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഫാസിസത്തിന് രണ്ട് മുഖമാണ്. ഒന്ന് അധികാരമില്ലാത്ത സാഹചര്യവും അധികാരമുള്ള സാഹചര്യം. അധികാരമുള്ള സമയത്ത് അതിന് ശക്തി കൂടും. അവരെന്തൊക്കെയാണോ അവിടെ പ്രചരിപ്പിച്ചിരുന്നത് അതെല്ലാം അവർ നടപ്പാക്കാനുള്ള ശ്രമം അധികാരം ഉണ്ടാവുമ്പോൾ നടക്കും. അതാണല്ലോ ഇപ്പോൾ നമ്മൾ ജുഡീഷ്യറിയിലടക്കം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ അവർക്ക് ഇപ്പോഴും ഒരു MLA പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അവരെ പർവ്വതീകരിച്ച് അവരെ പ്രീണിപ്പിച്ച് അവരെ വലുതാക്കി കൊണ്ടുവരുന്ന ഒരു സമീപനം ആരും സ്വീകരിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ നയം. കേന്ദ്ര സർക്കാരിൻ്റേത് ന്യൂനപക്ഷ വിരുദ്ധ മുഖമാണ്. അതിനെ മതനിരപേക്ഷ കക്ഷികൾ പ്രായോഗിക രാഷ്ട്രീയം കൊണ്ട് നേരിടണം. മതേതര വോട്ടുകൾ ഭിന്നിക്കുന്ന സ്ഥിതിയുണ്ടാകരുതെന്നും നേതാക്കൾ പറഞ്ഞു. മുസ്ലിം സംഘടനകളുമായി RSS ചർച്ച നടത്തുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അങ്ങനെയൊരു ക്ഷണം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നായിരുന്നു വിസ്ഡം നേതാക്കളുടെ മറുപടി. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അന്വേഷണം ഇതുവരെ വന്നിട്ടില്ല. വന്നതിനെ പറ്റി ഇപ്പൊ തയ്യാറല്ല. ഇപ്പൊ ഒരു കാരണവശാലും തയ്യാറല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുമായിട്ട് എൻഗേജ് ചെയ്യേണ്ട ആവശ്യമില്ല കേരളത്തിൽ. മാനവരക്ഷയ്ക്ക് ദൈവിക ദർശനം എന്ന സന്ദേശവുമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ 12 കോഴിക്കോട് കടപ്പുറത്ത് ഇസ്ലാമിക് കോൺഫറൻസ് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വിസ്ഡം സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അഷ്റഫ്, സെക്രട്ടറി നാസർ ബാലുശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.